ഇന്ത്യൻ നാവികസേന വിപുലമായ നാവിക സംഗമങ്ങൾക്ക് വേദിയാകാൻ പോവുകയാണ്. പ്രധാനമായും ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂ, മിലാൻ 2026 എന്നീ അന്താരാഷ്ട്ര അഭ്യാസങ്ങളും അയോൺസ് കോൺക്ലേവ് ഓഫ് ചീഫ്സ് എന്നിവയൊക്കെയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി മാസം 15 മുതൽ 25 വരെ വിശാഖപട്ടണത്താണ് സംഗമം. ഈ റിപ്പോർട്ട് കണ്ട് നമുക്ക് ഇന്നത്തെ ഹൈ ഫൈവ് തുടങ്ങാം. 5000-ഓളം വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഭാരതത്തിന്റെ നാവിക പാരമ്പര്യം. വലിപ്പത്തിൽ ലോകത്തിൽ 4ാം സ്ഥാനത്താണ് ഇന്ത്യൻ നാവികസേന. 55,000-ഓളം അംഗബലമുള്ള ഇന്ത്യൻ നേവി. വിപുലമായ നാവിക സംഗമങ്ങൾക്ക് വേദിയാവുകയാണ് ഇന്ത്യൻ നാവികസേന. ഫെബ്രുവരി 15 മുതൽ 25 വരെയാണ് ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂ, മിലാൻ 2026 എന്നീ അന്താരാഷ്ട്ര അഭ്യാസങ്ങളും അയോൺസ് കോൺക്ലേവ് ഓഫ് ചീഫ്സ് എന്ന ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പരിപാടികൾ ഇന്ത്യയുടെ മാരിടൈം ഡിപ്ലോമസിയും തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക യുദ്ധക്കപ്പലുകളും അന്താരാഷ്ട്ര തലത്തിൽ പ്രദർശിപ്പിക്കും. ഇന്ത്യയുടെ കിഴക്കൻ സമുദ്ര കവാടവും കിഴക്കൻ നാവിക കമാൻഡിന്റെ ആസ്ഥാനവുമായ വിശാഖപട്ടണത്ത് നടക്കുന്ന ഈ ചരിത്ര സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ലോകമെമ്പാടുമുള്ള നാവികസേനകൾക്കും ക്ഷണമുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര നിർമ്മിത വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത്, വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറുകൾ, നീലഗിരി ക്ലാസ് സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകൾ, എർണാല ക്ലാസ് ആന്റി സബ്മറൈൻ വാർഫെയർ കോർവെറ്റുകൾ എന്നിവയുൾപ്പെടെ തദ്ദേശീയ പ്ലാറ്റ്ഫോമുകൾ പ്രദർശിപ്പിക്കും. അന്താരാഷ്ട്ര നാവികസേനകൾ തമ്മിലുള്ള സഹകരണം, വിശ്വാസം, സമുദ്ര സുരക്ഷ എന്നിവ വർദ്ധിപ്പിക്കുകയാണ് സംഗമത്തിന്റെ പ്രധാന ലക്ഷ്യം. അമേരിക്ക, റഷ്യ ഉൾപ്പെടെ 60ഓളം രാജ്യങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.